ലവ് ആക്ഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ 5 പൈസ ഇല്ല. അതായത് രാവിലെ 8 മണിക്കൊക്കെ വിശാഖൻ്റെ മുറി വന്നിങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ 10 മണിയാകുമ്പോൾ ഒരു 5 ലക്ഷം രൂപയൊക്കെ വേണം. അപ്പോൾ കയ്യിൽ ചിലപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ തമാശ, ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ഷെഡ്യൂൾ ഭയങ്കര റിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രീൻ പാർക്കിലൊക്കെ റൂം എടുത്തു. സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോൾ അത്ര ഇച്ചിരി റിച്ച്നെസ് കുറഞ്ഞു. ഞങ്ങൾ ഓപ്പോസിറ്റ് മൗര്യ ലോഡ്ജിലോട്ട് മാറി. വിശാഖ് ഇൻഫാക്ട് ധ്യാൻ്റെ പടം തീർക്കാൻ ശ്രീനി സാറിൻ്റെ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. ആ ധ്യാൻ അറിയൂ. പിന്നെ ലാസ്റ്റ് ആർക്ക് അപ്പം വിനീതിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ സാധാരണ എങ്ങനെ അഭിനയിക്കാൻ വിളിച്ചു, ഓരോ ഹോട്ടലുകളിലും സർബത്ത് കടയിലും, അതായത് കോഴിക്കോടിൻ്റെ മേജർ ഫുഡ് ജോയിൻസിൽ വർഷങ്ങളായിട്ട് അവിടെയുള്ള മോസിന അങ്ങനത്തെ നീരജിനൊക്കെ അതറിയാം. ഞാനത് രസമുള്ള പരിപാടിയാണല്ലോ, ഫുഡ് കിട്ടും. എന്നിട്ട് ബ്രേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഓടും റഹ്മത്തിലോട്ട്, ഓട്ടോ പിടിച്ച്. റഹ്മത്തിൽ നിന്ന് ഒരു വലിയ ബക്കറ്റിൽ ബിരിയാണി മേടിച്ചിട്ട് അത് കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട് കൊച്ചിയിലോട്ട് പോകുമ്പോൾ. LUC റിലീസാവുന്ന അന്ന് തന്നെ സുഴൽ 2 എന്ന് പറയുന്ന ആമസോൺ പ്രൈമിലൊരു അതും തമിഴ് വെബ് സീരീസാണ്. രണ്ടെണ്ണം ഒരുമിച്ച് ഇറങ്ങുകയാണോ? ചെറിയ പൊളിയാണോ? അതോടെ ബാനു ഒടിഞ്ഞു. ഏത് ബാനു? ലവ് അണ്ടർ കൺസ്ട്രക്ഷന്റെ വിശേഷങ്ങളുമായി അജു വഗീസ്, നീരജ് മധവൻ, ഗൗരി കൃഷ്ണൻ. വെൽക്കം ടു മീഡിയ. താങ്ക് യു. കോവിഡിന് ശേഷം നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് വെബ് സീരീസുകളുടെ കാലമാണ്. സിനിമയെ ഒരുപക്ഷെ വെബ് സീരീസ് ടേക്ക് ഓവർ ചെയ്യും. പിന്നീട് പറഞ്ഞു ഇത് OTTയുടെ കാലമാണ്. ഇപ്പോൾ ഒരു കോ എക്സിസ്റ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ സ്വന്തമായിട്ടുള്ള വെബ് സീരീസുകൾ വരുന്നു, OTTക്ക് മാത്രമായിട്ടുള്ള സിനിമകൾ വരുന്നു. അതേസമയം കൊമേഴ്ഷ്യലി ലൈക്ക് തിയേറ്ററുകൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമകൾ വരുന്നു. ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നുണ്ടോ? അതിൻ്റെ അവസാനം ലവ് അണ്ടർ കൺസ്ട്രക്ഷനിൽ വന്ന് നിൽക്കുമ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന് ഫിസിക്കലി ഇറ്റ് റിക്വയർസ് യു ടു ബി പ്രസൻറ്റ് ഇൻ ദ തിയേറ്റർ. അപ്പോൾ അത് മറ്റേത് നമ്മുടെ കംഫർട്ട് സോണിലിരുന്ന് കാണാൻ പറ്റിയ ഒരു പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ആസ്വാദനം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒന്നൊരു കമ്മ്യൂണിറ്റി വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്, മറ്റേത് നമ്മളുടെ ഒരു പേഴ്സണൽ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ആളുകൾക്ക് അറിയാം ഇപ്പം ഏത് തരം പടങ്ങൾക്കാണ് തിയേറ്ററിൽ പോകേണ്ടതെന്ന്. അപ്പം ചില സബ്ജക്റ്റുകൾ അതിൻ്റെ പ്രമേയം കൊണ്ട് ഒരുപക്ഷെ ഒരു ക്രൗഡ് പുൾ ഉണ്ടാക്കാൻ പൊട്ടൻഷ്യൽ ഇല്ലാത്ത പ്രമേയങ്ങളാണെങ്കിൽ അത്തരം സിനിമകൾ തിയേറ്ററിൽ ഓടാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നല്ല സിനിമകളായിരിക്കാം, പക്ഷേ ഈ പറഞ്ഞൊരു ആവേശമുണ്ടാക്കുന്ന സിനിമയായിരിക്കൊള്ളുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ ഒരുപക്ഷെ OTTയിൽ വിൽ ഡു മച്ച് ബെറ്റർ. കാരണം ആളുകൾക്ക് അവരുടെ വീട്ടിലിരുന്ന് കാണാം എന്ന് പറയുന്നു. അങ്ങനെ ഒരു വിഭജനം ഉണ്ടാവും. ഇനി മുതൽ തിയേറ്ററിൽ വരുന്നത് ഒരു ഗ്രാൻഡിയർ പടങ്ങളായിരിക്കും മോസ്റ്റ്ലി, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു കമ്മ്യൂണിറ്റി വ്യൂയിങ് എക്സ്പീരിയൻസ്, കൂട്ടച്ചിരിയോ അല്ലെങ്കിൽ അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്ന പോലുള്ള എന്തെങ്കിലും എലമെൻറ്റ്സ് ആയിരിക്കും എപ്പോഴും തിയേറ്ററിക്കലി ഇനി വരാൻ പോകുന്നതിൻ്റെ ഒരു മെയിൻ ഘടകമായിട്ട് വരിക. അതേസമയം OTTയിൽ കുറേയും കൂടെ ഫീൽ ഗുഡും ബ്രീസി ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കഥ പറയുന്നതും മറ്റേതും ഉണ്ട് കേട്ടോ. വലിയ പ്രൊഡക്ഷൻസും സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഒരുപക്ഷെ തിയേറ്ററിൽ വലിയ സ്പേസ് കിട്ടാതെ പോകുന്ന പല പരിപാടികൾക്കും OTTയിൽ കൂടുതൽ സ്വീകാര്യത കിട്ടിയേക്കാം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ടിൻ്റെ ഓഡിയൻസും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ പറയുന്ന ഒരിക്കലും തിയേറ്ററിൽ പോകാത്ത ആളുകൾ വരെ ചിലപ്പോൾ OTTയിലുള്ളത് കാണാൻ സാധ്യതയുണ്ട്. ഈ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഫാമിലിക്ക് അകത്ത് നടക്കുന്ന ഒരു ഫാമിലി ഡ്രാമയുടെയും റൊമാൻറ്റിക് എലമെന്റുകൾ കൂടെ വരുന്ന അത്തരം എല്ലാ എലമെന്റുകളെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കഥയായിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു തിയേറ്റർ റിലീസ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക, അത് വെബ് സീരീസ് ആയിട്ട് തന്നെ ആലോചിക്കുക? അത് ഇതിൻ്റെ ഡയറക്ടറാണ് അതിന് ഉത്തരം പറയേണ്ടത്. വിഷ്ണു ഇത് ആദ്യം സിനിമയായിട്ടായിരുന്നു കൺസീവ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചില ഐഡിയാസൊക്കെ ലോങ് ഫോർമാറ്റ് സ്റ്റോറി ടെല്ലിങ്ങിൽ ഭയങ്കര എപ്പിസോഡിക്കലായിട്ട് ഒരു കഥാപാത്രത്തിനെയും സബ് പ്ലോട്ടുകളും ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് വളർത്തി ഇത് ഒരു 2 മണിക്കൂറിൽ പറയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അതെല്ലാം കൂടെ സ്റ്റഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ലോട്ട് ഓഫ് നെറേറ്റീവ്സ് മിസ്സായി പോകുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ അത് ചിലപ്പം കുറേ കൂടെ മിഴിവുണ്ടാവും ഒരു 6 മുതൽ 8 എപ്പിസോഡുള്ള കഥയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് അവരോടൊപ്പം സഞ്ചരിക്കാനും
ഇപ്പോൾ മോസ്റ്റ്ലി സിനിമയിൽ നമ്മളൊരു പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കൂടെ മാത്രമാണ് സഞ്ചരിക്കുക, ഒറ്റ ഒരാൾ, അല്ലെങ്കിൽ അയാളുടെ കഥ, അയാൾ പറയുന്ന കഥയിൽ ബാക്കിയെല്ലാം സബ്സിഡറി ക്യാരക്ടേഴ്സാണ്. പക്ഷേ സീരീസിൽ നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ എല്ലാവരുടെയും ജേണി, അവർ ചിലപ്പോൾ ഓരോ ക്യാരക്ടറിന് ഒരു ഡെഡിക്കേറ്റഡ് എപ്പിസോഡൊക്കെ ഉണ്ടാവും, അവരുടെ ജേണിയിലൂടെ പോകുന്നു, അവരുടെ സൈക്കി എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അപ്പോൾ ഈ പ്രേക്ഷകന് സിനിമയിലുള്ള കഥാപാത്രത്തോട് ഉണ്ടാകുന്നതിനേക്കാൾ അറ്റാച്ച്മെൻറ്റ് ചിലപ്പം സീരീസിലുള്ള കഥാപാത്രങ്ങളോട്. ഇപ്പോൾ നമ്മുടെ പഴയ TV സീരിയലിൽ തന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓഡിയൻസ് കുറേയും കൂടെ വീട്ടമ്മമാരൊക്കെ ആയിരുന്നെങ്കിലും അവർക്ക് ആ കഥാപാത്രങ്ങളോടൊരു ഭയങ്കര ഇൻറ്റിമസി ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മറ്റേ വില്ലന്മാരെ പോയി അടിക്കുന്നവർ, അതിൻ്റെ വേറൊരു വേർഷനാണ് ആയിട്ട് ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് ഹിറ്റായിട്ടുള്ള സീരീസുകൾ 5-10 സീസൺ വരെയൊക്കെ പോയിട്ടുള്ള ചരിത്രമുള്ളത്. സിനിമകൾക്ക് നമ്മൾ സീക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വരെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓഡിയൻസ് ഭയങ്കര ഇമേഴ്സ്ഡ് ആയിട്ട് ആ യൂണിവേഴ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു സിറ്റുവേഷൻ സീരീസിൽ ഉണ്ടാക്കാൻ പറ്റും. ഫാമിലി മാനിൽ അത് വർക്കായിട്ടുണ്ട്. ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെന്റ് ഇറങ്ങി വരുന്ന ഒരാളായി പോലും നീരജ് മാധവ് എന്ന് പറയുന്ന ആക്ടറിനെ അവിടെ പ്ലേസ് ചെയ്യുന്നത് ആ കഥാപാത്രത്തിലൂടെയാണല്ലോ. അത് ഈ പറയുന്ന ഒരു ഇമോഷൻ ആളുകൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഡെഫിനറ്റ്ലി. കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ പല ഷെയ്ഡുകൾ അതിനകത്ത്. ഇപ്പം നമ്മളൊരു ടെററിസ്റ്റിൻ്റെ ഹ്യൂമെയിൻ സൈഡൊന്നും ഇതുവരെ നമുക്ക് ഒരു സിനിമയിൽ അത് കാണിക്കാൻ സമയമില്ല. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താ, അയാളുടെ എന്താ പറയുക ട്രോമ എന്താണ്, അതൊക്കെ പറയാനുള്ള സ്പേസ് അതിനകത്ത് കിട്ടി. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഞങ്ങളുടെ എല്ലാം കഥാപാത്രങ്ങളല്ലാതെ വേറെയും കുറേ കഥാപാത്രങ്ങൾ ഇവരിലൂടെയൊക്കെ സഞ്ചരിച്ച് പറയേണ്ട കഥയാണിത്. അല്ലാതെ ഒരു ക്വിക്ക് വിറ്റുകളോ അല്ലെ ഇമ്മീഡിയറ്റ് പെട്ടെന്നുള്ള പൊട്ടിച്ചിരികൾക്ക് മാത്രം സ്പേസ് ഉള്ളൊരു പടമായിട്ടല്ല ഇതിനെ കൺസീവ് ചെയ്തത്. ഇതൊരു സീരീസ് ആയിട്ട് തന്നെ കുറച്ചുകൂടി പരത്തി പറഞ്ഞാൽ രസമുള്ള സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നി. അങ്ങനെ ഒരു സീരീസിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ ലൈക്ക് മലയാളത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പല ഏജ് കാറ്റഗറിയിലായിട്ട്. ഇപ്പൊ ലവകുശയിലെ നിങ്ങളുടെ രണ്ടുപേരുടെയും മാത്രം തമാശകളോടെ അത് പോകുന്നുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ വളരെ ആസ്വദിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഇപ്പൊ ഗൗരി കൂടെ കടന്നു വരുമ്പോൾ ഇവരുടെ ഇടയിലേക്കുള്ള ഒരു മിംഗ്ലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? They are already like we know that how close they are. അപ്പൊ അവരുടെ കൂടെയൊക്കെയുള്ള ഒരു വരവ്. ഞാനൊരു ഓഡിയൻസ് ആയിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ ഫിലിംസും അവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനും എൻജോയ് ചെയ്തിട്ടൊരു ആളാണ്. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും കോമ്പിനേഷൻ സീൻസ് ഉള്ളപ്പോഴും എനിക്ക് എവിടെ ഒരു അവരുടെ ഒരു കെമിസ്ട്രി ദാറ്റ് ഈസ് ലൈക്ക് അൺമാച്ച്ഡ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ബട്ട് ഇറ്റ് വാസ് വെരി നൈസ് ടു ഇൻ പേഴ്സൺ സീ ഇറ്റ്. അതെനിക്ക് അവരുടെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റി. ആൻഡ് ഞാൻ കുറേ ഒബ്സർവ് ചെയ്തു, അത് സിനിമയിൽ കാണുന്ന പ്രോഡക്റ്റ് എത്ര ഫണ്ണാണോ ദേ ഓൾസോ ഹാവ് ദാറ്റ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ ഒരു കംഫർട്ടബിൾ ഗ്രൂപ്പ് ആകുമ്പം യു ഡോണ്ട് റിയലി ഹാവ് ടു ബി ഓപ്പൺ ടു അനദർ പേഴ്സൺ. പക്ഷെ ഇവർ രണ്ടുപേരും ഒരു ഔട്ട്സൈഡർ അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ വെരി പ്രൊഫഷണലി സീനിന് എന്താണോ നീഡഡ് അതിനനുസരിച്ച് എനിക്കുള്ളൊരു സ്പേസും ഐ ഫെൽറ്റ് വെരി വാം. നല്ലൊരു വാം വെൽക്കം പോലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ബിക്കോസ് ദേ ആർ ഒരു ഐക്കോണിക് പെയറാണല്ലോ. ഇപ്പം തന്നെ ഓഡിയൻസ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവരുടെ ഒരു കോമ്പിനേഷൻ പിന്നെയും കാണാൻ. ഇറ്റ് വാസ് ഫൺ. അതിൻ്റെ അടിയിൽ ഒരു കമന്റ് ഉണ്ടാവും, ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. സാധാരണ ഞങ്ങൾ അത്രയും വിശാല മനസ്കരല്ല അല്ലേ? പോട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വടക്കൻ സെൽഫി മുതൽ പാടികപ്പേരയിലാണെങ്കിലും ലവകുശയിലാണെങ്കിലും ഒക്കെ കണ്ടുവരുന്ന ഈ ഒരു കൂട്ടില്ലേ, നിങ്ങളത് സിനിമയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് സിനിമയിലൂടെ സഞ്ചരിക്കുന്നതാണോ? കേൾട്ടൻ പത്തും കൂടെ പറയണം അതിൽ. ആക്ച്വലി ലവകുശയും കേൾട്ടൻ പത്തുമാണ്. കുറേ ബാക്കി എപ്പോഴും ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രമുള്ള കേൾട്ടൻ പത്ത് എസ്പെഷ്യലി അതിപ്പോഴും റീലായിട്ട് വരും. ഞങ്ങൾ കേൾട്ടൻ പത്ത് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ജോലി ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ഓരോ ഹോട്ടലുകളിലും സർബത്ത് കടയിലും, അതായത് കോഴിക്കോടിൻ്റെ മേജർ ഫുഡ് ജോയിൻസിൽ വർഷങ്ങളായിട്ട് അവിടെയുള്ള മോസിന അങ്ങനത്തെ നീരജിനൊക്കെ അതറിയാം. ഞാനത് രസമുള്ള പരിപാടിയാണല്ലോ ഫുഡ് കിട്ടുക. എന്നിട്ട് ബ്രേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഓടും റഹ്മത്തിലോട്ട്, ഓട്ടോ പിടിച്ചു. റഹ്മത്തിന്ന് ഒരു വലിയ ബക്കറ്റിൽ ബിരിയാണി മേടിച്ചിട്ട് അതൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട് കൊച്ചിയിലോട്ട് പോകുന്നുണ്ട് ഹോട്ട് ബോക്സിൽ. അല്ല, ഇത് ഷോർട്ടിൽ കഴിക്കുന്ന ജോലിയാ. എന്നിട്ട് ബ്രേക്ക് വിളിച്ചപ്പം നമ്മൾ ഓടിയ ബീച്ചിന്റെ അവിടെ നിന്ന് ഓട്ടോ എടുത്ത് നേരെ നല്ല കോസ്റ്റ്യൂമായിരുന്നു, സിമ്പിൾ. ആക്ച്വലി നമ്മള്
മറ്റേ കള്ളിമുണ്ടും ജേഴ്സി Jersey. ഇങ്ങനെ നടക്കുക, ഫുഡ് കഴിക്കുക, ഇതായിരുന്നു പരിപാടി. അപ്പൊ അത് എടുത്തു പറയേണ്ട ഒരു എനിക്ക് പേഴ്സണലി ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറായിരുന്നു കോമ്പിനേഷനിൽ. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ വരുമ്പം ഈ ഔട്ട്സൈഡ് സിനിമ ഉള്ളൊരു ബന്ധമുണ്ടല്ലോ, അത് നീരജിനെ സിനിമയിൽ വരുന്നതിന് മുന്നേ ഞാൻ ആക്ച്വലി പരിചയപ്പെട്ടിട്ടുണ്ട്. നീരജ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഒളിപ്പോര് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ പൈപ്പിൻ ചുവട്ടിലെ പ്രണയം, ഒരുപാട് സിനിമകൾ, കുഞ്ഞിരാമായണം, ഫസ്റ്റ് പടത്തിൽ തന്നെ ബഡിയില്. ബഡ്ഡി. അപ്പം കുറേ സിനിമകൾ ചെയ്യാൻ പറ്റി. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഇദ്ദേഹം ഈ ഒരു 10, 12, 13 വർഷത്തിൽ പുള്ളിയുടെ ഒരു വേരുകൾ വേറെ പല സ്ഥലങ്ങളിലും അല്ലേ നമ്മൾ കാണാൻ സാധിച്ചു. ആ വേര് ഇറങ്ങി അതിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നേടിയെടുക്കാൻ പറ്റിയത്. നോട്ട് ജസ്റ്റ് ആൻ ആക്ടർ അല്ലേ, തിരക്കഥാകൃത്തായി, സിംഗറായി, കമ്പോസറായി, റാപ്പറായി, ഓൾറെഡി പിന്നെ ഡാൻസ് അറിയാവുന്ന. അപ്പം ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പം എഗെയിൻ കേൾട്ടൻ പത്ത് പറയുന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിട്ട് റൂമിൽ ഡാൻസ് നമുക്ക് ചെയ്തു തരുമായിരുന്നു. സ്റ്റിൽ ഇപ്പം വിനീതിനോട് പാട്ട് പാടാൻ പറയുന്ന പോലാണ് നീരജിനോട് ഡാൻസ് പാടാൻ പറയുന്നത്. ഇപ്പൊ പാട്ട് പാടിത്തരും, പക്ഷേ ഞാനത് കേട്ടിട്ടില്ല. ബട്ട് അത് ഒരിക്കലും ഒരു സിനിമയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യമല്ല. സിനിമ അഭിനയിച്ചുകൊണ്ട് മാത്രം അതൊരു സൗഹൃദം നാച്ചുറലി ഉണ്ട്, കളിയാക്കാനുള്ള ഫ്രീഡം ഉണ്ട്. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ ആ ടോളറൻസ് ഇപ്പം ധ്യാനിന് ഞാൻ പേഴ്സണലി കൊടുത്തിട്ടുണ്ട് മനസ്സുകൊണ്ട്. മിക്കവരും ആ ലൈസൻസും ആ ടോളറൻസും നമുക്കുണ്ട്. അതെന്ത് പറഞ്ഞാലും നമുക്ക് അത് ചിരിയോടെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. സോ വിച്ച് വിൽ ഹെൽപ്പ്. നീരജിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗിവ് ആൻഡ് ടേക്കില്ലേ അഞ്ചേട്ടനുമായിട്ടുള്ള ഇത് നമ്മളിത് ആദ്യകാല സിനിമകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. കാരണം അന്നേരം ചെയ്യുന്ന ആദ്യത്തെ പടങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പം നമ്മൾ അത് ഈ പറയുന്ന പ്രോസസ് ചെയ്ത് ഇപ്പോഴാണ് നമ്മളൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും, എനിക്ക് തോന്നുന്നു ലവകുശിക്ക് ശേഷം എന്നിട്ട് വീണ്ടും നമ്മൾ വന്നപ്പോൾ ഇത് ഭയങ്കര സുഖമാണ്, 5 വർഷത്തിനുള്ളിലായി. അപ്പോഴാണ് ഓക്കെ വി ഹാഡ് ആക്ച്വലി ഹാഡ് എ റാപ്പോ ആൻഡ് നമുക്ക് അന്നറിയില്ല, അന്ന് നമ്മൾ അതിനെപ്പറ്റി അവെയർ അല്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ നൗ വി ആർ അറ്റ് ദറ്റ് പ്ലേസ് ഇൻ കരിയർ ഓർ ലൈഫ് വെയർ ഇനി നമ്മൾക്ക് ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ കൂടുതൽ അത്തരം കോമ്പിനേഷൻസ് റിപ്പീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ നമ്മൾ ആ ഒരു ഫ്രീഡം കിട്ടി തുടങ്ങി. അതെ, അതിന് മുന്നേ നമുക്ക് ചോയ്സ് ഇല്ല. ഇപ്പോൾ വി ക്യാൻ മേക്ക് ഒരു എഫേർട്ട്, ഒരു ചോയ്സ് എടുക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കാൻ പറ്റും. ഇപ്പം നീരജിനോട് എനിക്കൊരു സിനിമ, അല്ലെങ്കിൽ നീരജിന് എന്നോടൊപ്പം സിനിമ, ധ്യാൻ നമുക്ക് 3 പേർക്കൊരു സിനിമ ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്കതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജ്. ഇപ്പോൾ എല്ലാവർക്കും പ്രൊഡക്ഷൻ ഹൗസുകളൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ. ഈ ലവകുശയുടെ റൈറ്ററും നീരജനാണ്. അപ്പം മനഃപൂർവ്വമുള്ള ഒരു ചോയ്സ് ആയിരുന്നോ ബിജുചേട്ടനും അർജു ചേട്ടനും അതിനകത്തേക്ക് വരണം എന്നുള്ളത്? അവരെ കണ്ടുകൊണ്ടാണോ കഥാപാത്രങ്ങളിൽ? ഒരു മുറിയിലിരുന്നാ പറഞ്ഞ കഥ പറഞ്ഞ അപ്പൊ തന്നെ ജയ്സൺ ചേട്ടൻ സമ്മതിച്ചു. ബിജുചേട്ടനില്ല അവിടെ, ബിജുചേട്ടനല്ല, ചേട്ടൻ്റെ അടുത്ത് ഞാൻ ആക്ച്വലി ദീപക് ഉണ്ട് അവിടെ. അതിനൊക്കെ മുന്നേ നമ്മള് ഏതാണ് മറ്റേ കൊല്ലത്തോ ഏതൊരു പടത്തിന്റെ ഷൂട്ടിന്റെ ഞങ്ങള് നമ്മൾ അഭിനയിച്ചു. ചുമ്മാ പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന കുറെ സമയമുണ്ട്, അതിലൊക്കെ ചെറിയ വേഷമാണ്. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, ഒരു സ്പൈ കോമഡി. അങ്ങനെ ഞാൻ ത്രെഡ് പറയുമ്പോൾ എടാ ഇത് കൊള്ളാലോ, നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും, നമുക്ക് ഇത് ആരുടെയും പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജമുന പേരി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസർ അപ്പോൾ ചേട്ടൻ പറഞ്ഞു എടാ ഇതിന്റെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് സബ്ജക്റ്റ് വല്ലതും ഉണ്ടോ, നിങ്ങള് പുള്ളി ചോദിച്ചിരുന്നു. അപ്പം ചേട്ടൻ പറയടാ നമ്മുടെ സാധനം പറഞ്ഞു തന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ഇത് പറയുന്നു, പുള്ളി അപ്പൊ തന്നെ പരിപാടി ഫുൾ ഓൺ. ഇത്രയും എളുപ്പത്തിൽ ഒരു പ്രൊജക്ട് ഓണായ ഒരു പടം എനിക്ക് തോന്നുന്നു ലവകുശിയായിരിക്കും. വെരി അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ അതിന് ശേഷമുള്ള പ്രോസസ്സ് വളരെ ടയറിംഗ് ആയിരുന്നു. പിന്നെ കാര്യം ഞങ്ങൾ രണ്ടും ഇപ്പൊ ലവ് ആക്ഷൻ ചെയ്തത് പോലെ അല്ലേ, SP ഗ്രാൻഡേസ് ഹോട്ടലിലെ ബാത്റൂമിൽ ഞങ്ങൾ ഒളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എന്നാൽ പിന്നെ ഒരു കഥ പറയാന്ന് പറഞ്ഞു, ഷോർട്ട് ഫിലിമിന്റെ കഥ പറഞ്ഞപ്പോൾ ഇതിലൊരു സിനിമ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്ക് സദാ പ്രൊഡ്യൂസ് ചെയ്താലോ എന്ന് പറയുന്ന ലാഘവത്തിൽ ഓണായി കിട്ടി, ഭാഗ്യം കിട്ടിയതാണ് രണ്ടും. ബട്ട് അത് തീർച്ചയായിട്ടും നമുക്കും രണ്ടുപേർക്കും അതിൻ്റെ ചില കാര്യങ്ങളിലുള്ള കറക്ഷൻസ് വേണം തോന്നി.
അപ്പോൾ ഈ ഇന്നലെ നമ്മൾ അനൗൺസ് ചെയ്തു ലവകുശ 2 ഒഫീഷ്യലി. അതെ, അങ്ങനെ ഇവനെ പണിയെടുപ്പിക്കാൻ പറ്റും. ഇനി വീണ്ടും പണിയെടുക്കണം. അനൗൺസ് ചെയ്യാൻ ഞാൻ റെഡി അല്ലായിരുന്നു. അല്ല, പ്ലാൻ ഡെഫിനറ്റ്ലി കഥയൊക്കെ കുറച്ചുകൂടെ കഥയൊക്കെ ഉണ്ട്, അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് എഴുതി സംഭാഷണവും സീൻ ഓർഡറും ഒക്കെ വരുത്താന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെ ആയിട്ട് ഒക്കെ അനൗൺസ് ചെയ്യാന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അന്ന് കുറെ കൂടി പ്ലേഫുൾ ആയിരുന്നു. ഇന്നതല്ല, എവിഡൻ ചേഞ്ചസ് നീരജിൽ ഞാൻ കാണുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത് ഇന്റർവ്യൂ. പ്രായത്തിന്റെ അല്ല, അത് ഞാൻ അതാ നീരജിനോട് ഇന്റർവ്യൂവിന് മുന്നേ ചോദിച്ചിട്ടില്ലേ, ഇതിന്റെ മോക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഇമോഷണൽ മെച്ചൂരിറ്റി. അതെ അതെ, ഇമോഷണൽ മെച്ചൂരിറ്റി ഇപ്പോഴത്തെ എന്റെ പ്രായത്തിന്റെ അത്ര എത്തിയിട്ടില്ല. പിന്നെ മാത്രമല്ല, പുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ ആ സമയത്ത് ആഗ്രഹിച്ചതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. എല്ലാ ഭാഷയിലും അത്യാവശ്യം തമിഴ്, ഹിന്ദി, വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ രാജൻ DK, ഗൗതം മേനോൻ സർ എന്നൊക്കെ പറയുന്ന വലിയ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം ഒരു റൈറ്ററായിട്ട് സെക്കൻഡ് ഇത് രണ്ടാമത്തെ അല്ല, അതിന് പിന്നെ വേറെ പടം പുള്ളി എഴുതി ചെയ്യാൻ ചിലപ്പം. പക്ഷെ എന്നാൽ ഈ സിനിമയ്ക്ക് ഒരു സ്പേസ് ഇനിയും കൊടുക്കാം. അതുകൊണ്ട് ഞാൻ ഇന്നലെ പുള്ളിയോട് ചോദിക്കാതെ അനൗൺസ് ചെയ്തു. അല്ല, പിടിക്കാം, പരിപാടി ഉണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ എന്നെ അങ്ങോട്ടൊന്നും ചെറുപ്പമാക്കാൻ പറ്റൂല. എന്നിട്ട് തുടങ്ങും അത് മെലിയണം. വിനീതിന് വിനീത് തന്നെ പണി. ഒരു പക്ഷേ ഇതിപ്പോ അനൗൺസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാനെ. ഇനിയിപ്പോ ഇതിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അടുത്ത് ചോദിക്കാനും വരുന്ന കാര്യമായിരുന്നു, ലൈക്ക് വീണ്ടും തിരിച്ച് പിന്നണിയിലേക്ക് ഇല്ലേ, ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലേക്ക് ഇല്ലേ? ഡയറക്ഷൻ കുറച്ചുകൂടെ സമയം എടുക്കും. എഴുത്ത് ഓൾറെഡി 2 തിരക്കഥകൾ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നോട് ഈ ലവകുശ 2യുടെ കഥ പറഞ്ഞു. ഈ ഇഷ്ടം പോലെ ചിരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എനിക്ക് ചിരി വരുന്നുണ്ട്. ഞാൻ ഒരു ഭയങ്കര ബുദ്ധിമാന്റെ ചിരിയൊന്നുമല്ല, പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു മണ്ടത്തരത്തിൽ നിന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ഇൻറ്റ്യൂഷനിൽ തോന്നുക. നാളെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്കിഷ്ടമായി. ഓക്കെ, ലവകുശ 1ന് ശേഷം നിങ്ങൾ രണ്ടുപേരും പല വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. അപ്പം നീരജേട്ടനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയിൽ പോകുന്നു, ഈ പറഞ്ഞ എല്ലാ മാറ്റങ്ങളിലൂടെയും വരുന്നു. അജേട്ടൻ ഈ ഒരു തമാശകൾ വിട്ട് മറ്റ് ഏരിയകളിലേക്കൊക്കെ പോകുന്നു. മലയാളത്തിൽ തന്നെ വെബ് സീരീസുകൾ ചെയ്യുന്നു, ഇപ്പൊ തമിഴിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരുപാട് വഴികൾ വേറെ സഞ്ചരിച്ചിട്ടാണ് നിങ്ങൾ എത്തുന്നത്. ഇതിൽ ഒരു എവിഡൻ്റ് ആയിട്ടുള്ള മാറ്റം, ഞാൻ ഈ ഇമോഷണൽ മെച്യൂരിറ്റിയുടെ കാര്യമല്ല, ഈ എക്സ്പോഷർ വന്നിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു വരുമ്പോൾ അതിൽ ഉണ്ടായിട്ടുണ്ടോ? അറിയാതെ അൺഐഡന്റിഫൈഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ പരസ്പര സമീപനത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ. സിനിമയോടുള്ള സമീപനത്തിലും ഡെഫിനറ്റ്ലി അതുണ്ട്. പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അത് ഉണ്ടെന്ന് എനിക്ക് പണ്ടും ഒരേപോലെ തന്നെയുള്ളൂ. പക്ഷേ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സബ്ജക്റ്റുകൾ, അതെ, അത് ഡെഫിനറ്റ്ലി ഇമോഷണൽ മെച്യൂരിറ്റിയിലേ വരുള്ളൂ, എക്സ്പീരിയൻസിലേ വരുള്ളൂ, എക്സ്പോഷറിലും കൂടെ കിട്ടുള്ളൂ. ഒരിക്കലും എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാ, നമുക്ക് ഈ വരുന്ന സമയത്ത് തിരക്ക് പിടിത്തമുണ്ടല്ലോ, അത് നടന്നില്ല, ആ സിനിമ കിട്ടണം, ഈ സിനിമ കിട്ടണം എന്നൊക്കെ നമ്മൾ. അപ്പം ഞാൻ ധ്യാനോട് ഒരിക്കൽ പറഞ്ഞു, സുരാജിൻ്റെ ആൻഡ്രോയിഡ് കണ്ടപ്പോൾ എനിക്ക് അതുപോലെയൊക്കെ ചെയ്യണം, ഇത് ഇൻ്റർവ്യൂവിൽ വിളിച്ച് പറയും മുഴുവൻ. അപ്പോൾ ആ തിരക്കുള്ള സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള മൊബൈൽ അല്ലെങ്കിൽ കോണ്ടാക്ട്സ്, ഈ ഇത്രയും കാലത്ത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കോണ്ടാക്ട്സ്, അതൊക്കെ അതത് സമയങ്ങളിൽ ഓരോ കോണ്ടാക്റ്റിലൂടെയാണ് ആ ബന്ധം, കണക്ഷൻ വരുന്നത് അല്ലേ. ഒറ്റയടിക്ക് ഈ നമ്പേഴ്സ് എല്ലാം തന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ അറിയുമോ? ആരെ വിളിക്കണം എന്ന് പോലും അറിയില്ല. സോ ഇറ്റ് വിൽ ടേക്സ് സം ടൈം അല്ലേ. നമുക്ക് അല്ലെങ്കിൽ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ഇരിക്കും. ഇപ്പോൾ എനിക്കെല്ലാം കൂടെ ഒരു ദിവസം നമുക്കറിയില്ല ഹാൻഡിൽ ചെയ്യാൻ. സോ ഓരോ സമയത്തും അതിൻ്റെതായ സ്റ്റെപ്പുകൾ കയറാനേ പറ്റുള്ളൂ. 1 സ്റ്റെപ്പ് അറ്റ് എ ടൈമാണ് എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം. ഞാനത് പ്രാക്ടിക്കലി കണ്ടത്, ഇൻസ്പയർഡ് ആയത്, ഒരു ലവ് ആക്ഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ 5 പൈസ ഇല്ല. അതായത് രാവിലെ 8 മണിക്കൊക്കെ വിശാഖ എൻ്റെ മുറി വന്നിങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ 10 മണിയാകുമ്പോൾ ഒരു 5 ലക്ഷം രൂപയൊക്കെ വേണം. അപ്പോൾ കയ്യിൽ ചിലപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ തമാശ, ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ഷെഡ്യൂൾ ഭയങ്കര റിച്ച് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രീൻ പാർക്കിലൊക്കെ റൂം എടുത്തു. സെക്കൻഡ് ഷെഡ്യൂളായപ്പോൾ അത്ര ഇച്ചിരി റിച്ച്നെസ് കുറഞ്ഞു. ഞങ്ങൾ ഓപ്പോസിറ്റ് മൗര്യ ലോഡ്ജിലോട്ട് മാറി. അപ്പം അങ്ങനത്തെ ആ മൗര്യയിലാണ് ഇവൻ വരുന്നത്. രാവിലെ വരുവൻ, എന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയും. വിശാഖ് ധ്യാനെ നമ്മൾ അറിയിച്ചില്ല, കാര്യം അദ്ദേഹം ഡയറക്ടർ ആയതുകൊണ്ട് അത്യാവശ്യം വേറെ
ധ്യാനം മാറ്റില്ല. ഞങ്ങളെല്ലാവരും ആക്ച്വലി പറയുന്നത് വളരെ മോശമായിരുന്നു മുറികളൊക്കെ. പക്ഷെ വേറെ വഴിയില്ല, നമ്മുടെ കാശില്ലല്ലോ. അപ്പോൾ ഷൂട്ട് നടത്തി തീർക്കുക എന്നൊക്കെ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുന്നത്. അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിൽ പോയപ്പം ഇങ്ങനെ ഭയങ്കര ബൗൺസേഴ്സ്, ഭയങ്കര ഷൈനി പിച്ചല്ലേ, ഫാസ്റ്റ് ബോളിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് തൊടാൻ പറ്റുന്നില്ലെന്ന് സിദ്ധു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് ഈ 50 ഓവർ ചിന്തിക്കുന്നത്, ഒരു ബോൾ അറ്റ് എ ടൈം. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് വിശാഖിനും ഇത് സ്ട്രൈക്ക് ചെയ്തു. ഇന്നത്തെ ഒരു ദിവസം ഇത് തീർക്കുക, രാവിലെ 5 ലക്ഷം ആരെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ എവിടത്തേക്ക് ഒപ്പിക്കുക. വിശാഖ് ഇൻഫാക്ട് ധ്യാനിന്റെ പടം തീർക്കാൻ ശ്രീനി സാറിന്റെ കടം വാങ്ങിച്ചിട്ടുണ്ട്. അത് ധ്യാൻ അറിയൂ. പിന്നെ ലാസ്റ്റ് ആർട്ട് അപ്പം വിനീതിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ സാധാരണ എങ്ങനെ അഭിനയിക്കാൻ അങ്ങനെയൊക്കെ ചെയ്ത് മാനേജ് ചെയ്തു. പക്ഷെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, 1 സ്റ്റെപ്പ് ഇട്ടിട്ട് ഇന്ന് അല്ലെങ്കിൽ ഇപ്പം ചെയ്ത് അത് ഫോക്കസ് ചെയ്ത് പോകുന്നതാണ്. എല്ലാവർക്കും എല്ലാം കൂടെ മൾട്ടി ടാസ്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. സോ ഇതാണ് സേഫസ്റ്റ് ഞാൻ കീപ്പ് ചെയ്യുന്നൊരു മാർഗം. അതാണ് ഇപ്പം നേരത്തെ ഈ വലിയ ഗ്യാപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 96 റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വലിയ ഗ്യാപ്പായി. പക്ഷെ ഇപ്പോഴും ആളുകൾക്ക് എപ്പോഴും ജാനുമായിട്ട് കാണുന്ന ടെൻഡൻസി ഉണ്ടോ? ലൈക്ക് പലപ്പോഴും ഞാൻ ഇപ്പോൾ ഗൗരിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു പക്ഷേ ജാനു തന്നെയായിരിക്കും. ഇപ്പോഴും വരുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ വ്യത്യസ്തത കൊടുക്കാറുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുന്നുണ്ടോ? അതെ, ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോഴും ജാനു 96നെ കുറിച്ചാണ് പറയാറ്. അതെനിക്ക് തോന്നുന്നു എൻ്റെ ഐഡൻറ്റിറ്റി അവിടെ ഓൾറെഡി ഫോം ആയി കഴിഞ്ഞു. ആ ഒരു മൂവിയിൽ തന്നെ ഒരു സിനിമയിൽ ഗൗരിയാണോ അത് 96ലെ കൊച്ച് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ആ സിനിമ പലവർക്കും ഒരു സിനിമ മാത്രമല്ലായിരുന്നു. ഇറ്റ് വാസ് വെരി പേഴ്സണൽ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. അത് കഴിഞ്ഞിട്ട് എനിക്കതിൻ്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി അന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും ആൾക്കാർ ഓരോരുത്തർ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കണ്ണ് നിറയുമ്പോൾ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ അവരുടെ പാസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് ലവിനെ ഓർമ്മ വരുന്നത്, അതെനിക്ക് തോന്നുന്നു ആ സ്കൂൾ കാലഘട്ടത്തിൽ കാണിച്ച കുറേ കാര്യങ്ങൾ എല്ലാവരെയും എവിടെയോ അവരറിയാതെ എവിടെയോ ടച്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും. അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫിലിം, ഇറ്റ്സ് എൻ ഇമോഷൻ. അപ്പോൾ ആ ഒരു ഇമോഷൻ ടാപ്പ് ചെയ്യാൻ പറ്റി ആ ഒരു ക്യാരക്ടറിനും. ആ റൈറ്റിംഗ് പ്രേം സർ, അതിൻ്റെ ഡയറക്ടർ പുള്ളിയുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. സോ ഐ തിങ്ക് ഇറ്റ് വാസ് മാജിക്. അത് ആ ഒരു സിനിമ, ആ മ്യൂസിക്, ഗോവിന്ദ് വസന്തയുടെ ആ കാതലി എന്ന് പറയുന്ന വയലിൻ BGM തന്നെയാണ് എൻ്റെ ഒരു BGM ആ ഒരു സിനിമ കഴിഞ്ഞത്. സോ ഐ തിങ്ക് അതിനി മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എംബ്രേസ് ചെയ്യാൻ കാരണം സ്റ്റാർ ആക്ടേഴ്സ് എംബ്രേസ് ജയം രവി, പിന്നെ നമ്മുടെ പെപ്പെ, ആന്റണി വർഗീസ്. അപ്പൊ അവരൊക്കെ ഫസ്റ്റ് പടത്തിലെ ക്യാരക്ടറിന്റെ പേര് അതെ പിന്നീട് ആഫ്റ്റർ എ ടൈം പീപ്പിൾ വിൽ സ്ഫടികം ജോർജ് മൂവ് ഔട്ട് ഓഫ് ദാറ്റ്. എക്സാക്ട്ലി. സ്ഫടികം ജോർജ് ആയിട്ട് ഗൗരി അങ്ങനെയല്ല. ഫസ്റ്റ് ക്ലാസിക് കിട്ടുക. അതെ, അതുകൊണ്ട് ചിലപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുമ്പോ എത്ര ചെയ്തിട്ടുണ്ട്. അയ്യോ അത് വേണോ? എനിക്ക് തോന്നുന്നു അത് പറഞ്ഞ പോലെ ഓരോരുത്തർ അവരുടെ ബ്രേക്ക് അല്ലെങ്കിൽ 1 ഫിലിം ടു മേക്ക് ദം റിമെമ്പറിന് എത്രയോ കാലം അതാണ് ഫസ്റ്റ് വെരി സ്പെഷ്യൽ. ഈ അതിനുശേഷം ഇപ്പൊ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലെ ഗൗരിയിലേക്ക് വരുമ്പം ഗൗരിയും കുറച്ചുകൂടെ റിലേറ്റബിൾ ആണ് പല ആളുകൾക്കും. ലൈക്ക് നമ്മുടെ കേരളത്തിലുള്ള ഒരു ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ ദേ വോണ്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ് ഫ്രീഡം, സോ ദേ വിൽ ഗോ എബ്രോഡ്. ആ ഒരു ടെൻഡൻസി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ പുറത്തു പോകുന്ന സമയത്ത് കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടുന്നു. ഞാൻ ആരാണെന്നുള്ളൊരു റിയലൈസേഷൻ അവിടെ ഉണ്ടാവുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻ ദ സെയിം പ്ലേസ് എന്ന് തോന്നുന്നു. അത് കുറെ കൂടെ ഞാൻ അതിന്റെ ഫസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ കണ്ട സമയത്ത് ഐ ഫെൽ ലൈക്ക് ഇറ്റ്സ് ഭയങ്കര റിലേറ്റബിൾ ഫോർ എ വുമൻ നമ്മളിവിടെ താമസിക്കുന്നത്. അത് എത്രത്തോളം ഗൗരി ആസ് എൻ ആക്ട്രസ്, ഒരു ആസ് എ പേഴ്സൺ അത് ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ല ടച്ച് ചെയ്തിട്ടുണ്ട്.
അതെ, നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ളൊരു റിയലൈസേഷൻ എപ്പോഴും നമ്മൾ വളർന്നു വന്ന ആ ഒരു വീട്ടിൽ നിന്ന് മാറി കുറച്ച് വർഷമെങ്കിലും നിൽക്കുമ്പോഴാണ്. ഞാൻ കോളേജ് പഠിച്ചതൊക്കെ ചെന്നൈയിലാണെങ്കിൽ പോലും കോളേജ് ഞാൻ ബാംഗ്ലൂരാണ് ചെയ്തത്. ആ ഒരു 3 വർഷത്തിലാണ് ഐ വാസ് ക്ലോസർ ടു മൈ ഫാമിലി ആഫ്റ്റർ ദോസ് 3 years. ചിലപ്പോൾ തോന്നും ആ ഒരു എന്താ പറയുക, പല കാര്യങ്ങളും നമ്മൾ അതിന് അർഹിക്കുന്ന വാല്യൂ കൊടുക്കാറില്ല. ഹൂ ആർ വി, നമ്മൾക്ക് ആർ വി ഏബിൾ ടു മാനേജ് തിങ്സ് ഓൺ അവർ ഓൺ. ഒരു ഗ്രോയിങ് അപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു പ്രായം കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് യുവർ ഓൺ സ്പേസ്. അത് വഴി തെറ്റാനോ അല്ലെങ്കിൽ ഇപ്പം അമ്മയും അച്ഛനും ഇനിയൊന്നും വേണ്ടേ, ആവശ്യമില്ലേ, അതല്ലാതെ ടു റിയലി ഫൈൻഡ് ഔട്ട് ഹൂ യു ആർ, വാട്ട് മേക്സ് യു ഹാപ്പി. എന്നാലല്ലേ നമ്മൾക്കൊരു എന്താ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ കംഫേർട്ടിൽ പോകുന്നു, പിന്നെ എവിടെ ഒരു ട്രാപ്ഡ് ഫീലിംഗ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിൽ ലവ് ആൻഡ് കൺസ്ട്രക്ഷനിലെ ഗൗരിയും അങ്ങനത്തെ ഒരു കൺസർവേറ്റീവ് ഹൗസ് ഹോൾഡിൽ വളർന്ന് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉള്ള ഒരു കുട്ടി ദുബായിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇഷ്ടമുള്ളത് കരിയർ പെർസ്യൂ ചെയ്യുന്നു. അങ്ങനെ കണ്ടുമുട്ടുന്ന വിനോദിനെ ആ ഒരു റിലേഷൻഷിപ്പ് പെർസ്യൂ ചെയ്യുന്നു. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കൊണ്ടുവരുത്താൻ ഷീ ഈസ് ബീങ് എ മെച്യൂർ അഡൾട്ട്. അപ്പോൾ ഈ ഒരു ആർക്ക് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ലൈക്ക് യു സെഡ്. ഇതിന് മുന്നേ ലിറ്റിൽ മിസ് റാവുത്തറിലെ നല്ല നല്ല കാര്യം പറഞ്ഞു. എനിക്കൊന്നുകൂടെ ചെറുപ്പമാണ് ഇതുപോലെ ജീവിക്കാൻ. ഇനി ഫിഗർ ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ പിടിച്ചു പോയാൽ മതി. കുറച്ചുകൂടി പൊക്കം കുറച്ചാൽ മതിയോ? ചെറുപ്പായി വയറ് കുറയ്ക്കണം, കുറച്ചിട്ട് കാര്യമില്ല. ഇതിന് മുന്നത്തെ ലിറ്റിൽ മിസ് റാവുത്തറിലെ കഥാപാത്രം ഇതേപോലെ ഒരു ഷീസ് ട്രൈങ് ടു ബ്രേക്ക് ദിസ് റൂൾസ്, അങ്ങനെയുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഇത്തരത്തിൽ വിപ്ലവകാരിയാണോ കഥാപാത്രങ്ങൾ പേഴ്സണലി റിബൽ ആണോ എന്നാണ്? അല്ലല്ല, പേഴ്സണൽ അല്ലേ, കഥാപാത്രങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്നതിലൊരു ഇത്തരത്തിൽ ലൈക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഇമേജിൽ തന്നെ അല്ല, ആക്ച്വലി അതൊരു ഇന്റൻഷണൽ ചോയ്സ് അല്ല എന്ന് തോന്നുന്നു. അജിചേട്ടൻ പറഞ്ഞെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ഞാനൊരു ഒപ്പീനിയനേറ്റഡ് പേഴ്സൺ ആണ്. എനിക്ക് എൻ്റെതായ ഒരു ധാരണകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കേൾക്കുമ്പോഴായിരിക്കും ഞാൻ കൂടുതൽ ഇൻക്ലൈൻ. പപ്പൻ നേരെ തിരിച്ച് വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സർക്കാസ്റ്റിക് ബൈ ഇന്റൻഷൻ അല്ല, ആൾക്കത് അറിയില്ലെങ്കിൽ പോലും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ദിസ് ഈസ് സംതിങ് റോങ്. വസന്തം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ തന്തവൈബ് അത്ര പോപ്പുലർ അവിടെ എന്താ അറിയോ, ഈ സീസണെ കുറിച്ചാ. അപ്പൊ അത് മാച്ച് അല്ല, ഇവിടെ കേരേട്ടൻ എന്ന് പറയുന്നുണ്ട് ഒരു ഡയലോഗ്. നമ്മള് പോപ്പുലർ കൾച്ചറിലില്ല. ഞാൻ പറഞ്ഞ തന്തവൈബ് ഭയങ്കര പോപ്പുലർ കൾച്ചറിൽ സാഫ് ബോയ് ഉണ്ടാക്കിയതാ. ശരിയാ. എന്നിട്ട് മനോരമയുടെ എന്തോ ഒരു സർവേയിൽ ഏറ്റവും ഈ വർഷത്തെ യൂസ് ചെയ്ത ടേമായി മാറി. ഐ ആം പ്രൗഡ്. അപ്പൊ അങ്ങനെ ഒരു ഫോർ യു സാഫ്, ഞാൻ എന്റെ റെപ്രസെന്റേഷൻ ആയി. തന്തവൈബ് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഞാൻ നേരത്തെ എംബ്രേസ് ചെയ്ത. ഞാൻ അതിൽ ഭയങ്കര ആ ക്യാരക്ടറിൽ അഭിമാനത്തോടെ ഞാൻ ആ ക്യാരക്ടർ സ്വീകരിച്ചതാ. പപ്പന്റെ കാര്യം പറയുമ്പോൾ പപ്പൻ ആക്ച്വലി ഒരു പരോപകാരിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതെ, വളരെ നിഷ്കളങ്കനാണ്. എപ്പോഴും അതിന്റെ പുറകിൽ ഇന്റൻഷൻ, ഉദ്ദേശശുദ്ധി നല്ലതാ. അവിടെയാണെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പൊ പപ്പന്റെയും വിനോദിന്റെയും ബന്ധം. പപ്പൻ ഒരു ഇതുപോലുള്ള കുറെ ടോക്സിക് ട്രേറ്റ്സ് ഉണ്ടെന്ന് വിനോദിന് അറിയാം. പക്ഷെ നമ്മളിപ്പം ഒരു വോക്ക് കൾച്ചറിൽ ഒരാൾക്കൊരു ടോക്സിക് ട്രേറ്റ് കണ്ടു കഴിഞ്ഞാൽ അയാളെ പാടെ ക്യാൻസൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. നമ്മൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ അത് നടക്കില്ല. അപ്പം നമ്മളുടെ പല ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല സ്വഭാവങ്ങളും ഉണ്ടാവും. അത് ക്രിമിനലി അൺആക്സെപ്റ്റബിൾ ആകുമ്പോൾ ഒബ്വിയസ്ലി ലോ ഇന്റർവീൻ ചെയ്യണം. അതല്ലാത്ത ലെവലിൽ നമ്മൾ ഇവിടെ തുമ്മല്ലെങ്കിൽ ഒരു ടോൺ ഉണ്ട്. ഞാൻ കൺട്രോൾ ചെയ്തു. നമ്മളെപ്പോഴും ഷൂട്ടിന് ഇവിടെ തുമ്മുമ്പോ ഹാംസ്റ്ററിന്റെ ശബ്ദം.
അപ്പോൾ ക്ലാസ്സിലൊക്കെ സോറി അല്ല പറ. അല്ല ക്ലാസ്സിലൊക്കെ തുമ്മുമ്പോ ടീച്ചർ വിചാരിക്കും ഞാൻ അതറിഞ്ഞോണ്ട് ഒച്ച ഡിസ്ട്രാക്ട് ചെയ്യാനും അറ്റൻഷന് വേണ്ടി ചെയ്യുന്ന ഇത് വീണ്ടും കാണിക്കാൻ പറ്റുമല്ലേ? അതല്ല ടീച്ചറെ, ഇത് വരണ്ടല്ലേ? ഒരു നോട്ട് ഉണ്ടായിരുന്നു. സോറി പ്ലീസ് കണ്ടിന്യൂ. ഇന്റർവെയിൻ ചെയ്യുന്ന നല്ല കാര്യം പറഞ്ഞത്. അപ്പം നമ്മുടെ കുടുംബത്തിൽ പാർക്കെങ്കിലൊക്കെ അപ്പൊ നാച്ചുറലി അപ്പൊ അങ്ങനെ ഉള്ള ആളുകളെ നമ്മൾ എഴുതി തള്ളുക എന്നുള്ളതല്ല. സോ അവർക്ക് അവരുടെ ജനറേഷന് അത് പ്രോസസ്സ് ചെയ്ത് പറ്റിയിട്ടുണ്ടാവില്ല. അവർ വളർന്ന സാഹചര്യങ്ങളുടെ ശരിയും തെറ്റും അങ്ങനെ ആയിരുന്നിരിക്കാം. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഒരു കറക്ഷന് റൂമുള്ള ആളുകളാണെങ്കിൽ അവരെ നമ്മൾ ചിലർക്ക് തിരുത്താൻ പറ്റും, ചില തിരുത്താൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യാം, അവരെ ഒഴിവാക്കാൻ പറ്റുമോ? അപ്പം അത് അച്ഛനും ചേട്ടനും യു ഹാവ് ടു ആക്സെപ്റ്റ് ദം ഫോർ ഹൂ ദേ ആർ ആൻഡ് ഒരു ടോളറൻസ് നമ്മൾ അതിനകത്ത് ബിൽഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പിന്നെ ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രോജക്റ്റുകൾ വരാൻ? ആഴ്ചയുടെ അടുത്ത് കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് വേണ്ട. LUC റിലീസ് ആവുന്ന ദിവസം തന്നെ സുഴൽ 2 എന്ന് പറയുന്ന ആമസോൺ പ്രൈമിൽ ഒരു അതും തമിഴ് വെബ് സീരീസ് ആണ്. രണ്ടെണ്ണം ഒരുമിച്ച് ഇറങ്ങുമോ? ചെറിയ പൊളിയാണോ? അതോടെ ബാനു ഒടിഞ്ഞു. ഏത് ബാനു? ഞങ്ങള് മറുപടി കഴിഞ്ഞിട്ട് ഫാസിൽ സാറ് ലിവിങ് ടുഗദറിന് ഓഡിഷൻ എടുക്കുന്നു പറഞ്ഞു. 5 പേരും കൂടെ വണ്ടി എടുത്ത് വിട്ടു ആലപ്പുഴയ്ക്ക് സാറിന് വേണ്ടി. അപ്പം നാച്ചുറലി മലർവാടി ചെയ്ത് ആ സ്നേഹം, വിനീതിനോടുള്ള സ്നേഹം ഞങ്ങൾക്കൊക്കെ പകർന്ന് കിട്ടി, സ്റ്റിൽ കിട്ടാറുണ്ട്, അത് ഞങ്ങൾ മുതലെടുക്കാറുമുണ്ട്. അപ്പോൾ വിനീതിനോടുള്ള ഇഷ്ടം അത് സാറ് വിളിച്ച് ചായ അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു സീക്വൻസ്, ഇത് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഓരോരുത്തരും ചെയ്യുക. അപ്പോൾ അതിലെ കഥാപാത്രത്തിൻ്റെ രാധിക എന്നാണ്. അപ്പം സാറ് അഭിനയിച്ച് കാണിച്ച് തന്ന അതുപോലെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവിടുത്തെ അസോസിയേറ്റ് ആയിട്ട് ആരും ഉണ്ടായിരുന്നു, നമ്മൾ അദ്ദേഹം ഉണ്ടായിരുന്നു, അനിയനായിട്ട് ഉണ്ടായിരുന്ന അനീത്ത് പ്രാവല്. അത് സാറിൻ്റെ ബന്ധുവാണ്. അത് അസോസിയേറ്റുമാണ് സാറിൻ്റെ. ഇയോ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ ക്യാരക്ടർ ചെയ്ത്. അപ്പോൾ ഒരു നിവിൻ ചെയ്തു, ശ്രാവൺ ചെയ്തു, ഭഗത്ത് എൻ്റെ വന്നു. അതായത് 3 സ്റ്റെപ്പ് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് തിരിഞ്ഞിട്ട് ഡയലോഗ് കണ്ടിട്ട് വീണ്ടും നടന്നിട്ട് തിരിച്ചു വരണം. ആ കൊറിയോഗ്രഫി ഉണ്ട്. അപ്പം ഇപ്പോൾ പിന്നെയും നമുക്ക് ഇത് ബോധറേഷൻ വരില്ല. 3 സ്റ്റെപ്പ് കഴിഞ്ഞ് തിരിയണം എന്നുള്ള ഇപ്പോൾ ചിലപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. അന്ന് ഇത് പറഞ്ഞ് 1 2 3 ഇത് എണ്ണണമല്ലോ, 3 കാര്യം 3 പറഞ്ഞാൽ 4 ആയാലും കുഴപ്പമില്ല. ഇന്ന് നമുക്കത് മനസ്സിലായി, അവരുദ്ദേശിക്കുന്ന ഒരു മൂവ്മെൻറ്റ് വേണം എന്നാണ്. ഇത് 1 2 അപ്പോൾ ഡയലോഗ് മറന്നായി, ഒന്നുകൂടെ പോയി ഡയലോഗ് മറന്നായി. അവസാനം ഡയലോഗ് കറക്റ്റായി, മൂവ്മെൻറ്റ് കറക്റ്റായി തിരിച്ച് നിന്ന് ശ്യാമയോട് പറയണം. ശ്യാമയോ എൻ്റെ ക്യാരക്ടർ രാധി. അതുപോലെ ബാനു അന്ന് ഔട്ട്. എല്ലാരും കണ്ടോടുങ്ങി, എല്ലാരും പോയ, ആരും കേറിയില്ലേ? 5 പേര്. എന്റെ രാധ നീ ശ്യാമയാക്കി വന്നു. ഗെറ്റ് ഔട്ട് ഹൗസ് അങ്ങനെ പറ്റിപ്പോയതാ. ബാനു തന്നെ, അല്ല സോറി ജാനു തന്നെ. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ എവിടെ എത്തിയിട്ടില്ലെന്നാണോ പറഞ്ഞത്? പേരുകളിൽ ഒരു വ്യക്തത കുറവ് എനിക്ക് പ്രശ്നമുണ്ട്. എന്താ പറഞ്ഞു? സുഴൽ 2, പിന്നെ ലവ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു തമിഴ് ഫിലിം. ലവ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പിടിക്കാറുള്ളൂ. വിഘ്നേഷ് ശിവന്റെ. അതെ അതെ അല്ലല്ലേ പാട്ട്? ഓ അതെപ്പോഴാ ഇറങ്ങുന്നത്? അത് ഷൂട്ട് ഒരു സ്കെഡ്യൂളൂടെ ഉണ്ട്. അതെ, ഈ വർഷം. എന്റെ എന്താ എൻ്റെ ഒരു അന്യഭാഷയിലൊരു AL വിജയ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ബൈലിംഗ്വൽ പടമുണ്ട്. മാധവൻ, കങ്കന റണോത്തും ഞാനുമാണ് അതിനകത്ത്. ഹിന്ദി തമിഴ്. അത് അതിൻ്റെ പേര് ഫൈനലായിട്ടില്ല, അതിൻ്റെ ഷൂട്ട് ഓൺ ഗോയിങ് ആണ്. പിന്നെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് അടുത്ത ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആ പടമായിരിക്കും. അതിന് മുമ്പ് ഒരു റോംകോമും കൂടെ ഉണ്ട്, ഒരു മൂവി. അതൊന്നും പേരുകൾ അനൗൺസ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ പറയുന്നു. പിന്നെ ലവകുശ 2. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഈ ദിവസത്തിന്റെ തലേദിവസമാണ്. പിന്നെ ഈ വർഷം കുറെ പാട്ടുകൾ ഇറങ്ങാനുണ്ട്. ഇപ്പൊ Feb 14 ഒരു പാട്ട് ഇറങ്ങുന്നുണ്ട്, ഓൾഡ് സ്കൂൾ ലേഡി എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഇറങ്ങുന്നുണ്ട്. ആൻഡ് ദെൻ a bunch of songs scheduled for this year. പുതിയ ഗായകർക്ക് അവസരം കൊടുക്കുമോ? എന്റെ പാട്ട് ഞാൻ തന്നെ പാട്ടുള്ളൂ. സോറി, ഫീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കൈ കാലോ എടുക്കെ വന്ന് പാടാം. ഫീച്ചറിങ്
another artist in my ഓ song. യാ മതി. കുറച്ച് അത് മറ്റേ ആ ഒരു അടിപൊളി വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പയ്യനില്ലേ, സിംഗേഴ്സിനെ കൊണ്ട് അനിരുദ്ധ അവരൊക്കെ പാടിക്കുന്നത് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഒരു ആ മാത്രം മതി. ഞാൻ ഉദ്ദേശിച്ച ഇപ്പൊ ബല്ലാത്ത ജാതിയില് ഞാൻ ടാബ്സിനെയും ഫീച്ചർ ചെയ്തില്ലേ, അതാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മതി മതി. അതുപോലെ ഈ സ്വന്തം വരി എഴുതിയിട്ട് വരണം. സ്വന്തം വരി എഴുതണം. ഇതിപ്പം എന്താ പറയാ, ഞാൻ എഴുതി തന്ന് പാടുമ്പോ അത് ഒരു സിനിമ ഗോസ്റ്റ് റൈറ്റിംഗ് ആയി പോയില്ലേ. ഓക്കെ ഓക്കെ. സ്കൂളിൽ ഭക്ഷണം കൊണ്ട് പോകുന്നതല്ല, ഉച്ചകൂടില്ലല്ലേ? വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. പക്ഷെ ഇതിപ്പോ റാപ്പാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എന്തും ഇഷ്ടം. കൃഷ്ണ കുറച്ച് അങ്ങനെയാണ് കുറച്ച് ആഡ് ലിപ്സ് ഒക്കെ മറ്റേ വാട്സ്ആപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞു. ഹനുമാൻ ഗാന്ധി ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് പറയാം. 1-2 ആഡ് ലിപ്സ് പറ, അത് കൊള്ളാമെങ്കിൽ ഞാൻ എടുക്കാം. അങ്ങനെ അത് എന്താ അറിയോ, റൂമിൽ പോയിട്ട് പറയാം. അത് നോക്കാതായിരുന്നു. അപമാനിക്കുക. ഞാൻ തന്നെ വേണ്ട, ഞാൻ പാടാൻ വരുന്നില്ല. ഹിന്ദി മ്യൂസിക്കാരെ അവരവരായിട്ട് ജീവിച്ചോട്ടെ, ഞാൻ വല്ല ഷാൻ റഹ്മാൻ്റെ അടുത്ത് പോയിക്കോളാം. അതാവുമ്പോ കുറച്ചുകൂടെ നമുക്ക് ഗാനം. ഞാൻ ചോദിച്ചതാ, ലവകുശയുടെ സോങ് അനൗൺസ്. ലവന്റെ കൺസ്ട്രക്ഷന് എല്ലാ വിജയവും. താങ്ക് യു. ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ, വലിയ മാറ്റം ഉണ്ടാക്കട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.